ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. കുറേ ദിവസമായിട്ടോ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നൂൽപുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കാനൊന്നും സമയമില്ല, കുട്ടീസിന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ വേഗം തന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൂൽപുട്ടാകുമ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണമല്ലോ. ഇതിങ്ങോട്ട് പീച്ചെടുക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ടൈറ്റാണ് നമ്മളെ ഈ ഒരു അച്ച്, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നൂൽപുട്ടിൻ്റെ അച്ഛന് സേവനാഴി എന്നാണല്ലോ പറയുക അല്ലേ. അപ്പോൾ നമ്മളെ ഒരു സേവനാഴി കുറച്ച് ടൈറ്റാണ് കേട്ടോ. ലോസ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണല്ലേ നൂൽപുട്ട്. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇഷ്ടമാവുന്ന സംഭവമാണ്. പക്ഷേങ്കിൽ നമ്മൾ അച്ഛൻ കുറച്ചൊരു ടൈറ്റാണ് കേട്ടോ. നല്ല ബലം പിടിച്ചിട്ട് മസിലൊക്കെ എടുത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഉൾഭാഗത്ത് എവിടെയൊക്കെ ഓയിൽ കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഓയിൽ കൊടുത്തിട്ടാണ് നമ്മളെ നൂൽപുട്ടിൻ്റെ ആ ഒരു സാഹസപ്പണി ചെയ്യാനും വേണ്ടി നിന്നിട്ടുള്ളത് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും നമ്മൾ നല്ല പോലെ മസിൽ പ്രയോഗിച്ചിട്ട് ഉണ്ടാക്കേണ്ട ഒരു പലഹാരമാണ്. ഇനിയിപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയിട്ട് സെറ്റായിട്ട് വരുമ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. പുതിയ അച്ചക്കാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തായാലും കുറേ നേരത്തെ സാഹസപ്പണികൾക്കൊക്കെ ശേഷം നമ്മളെ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ട് അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നത് ഞാൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് എന്നെ സംബന്ധിച്ച് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. വെജീസൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല, വേഗം തന്നെ ഇതന്നെ ഉണ്ടാക്കില്ല കേട്ടോ. കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തയക്കുന്നത് കേട്ടോ. വെജീസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. എങ്ങനെയെങ്കിലൊക്കെ അവർ വയറ്റിലേക്ക് വെജിറ്റബിൾസൊക്കെ എത്തിച്ചാൽ മതിയല്ലോ അല്ലേ. ഡയറക്റ്റ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലർക്കൊക്കെ കഴിക്കാൻ നല്ല മടിയായിരിക്കുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതുപോലത്തെ കുട്ടികളെ ഒന്ന് സോപ്പിട്ടിട്ട് കുപ്പിയിലാക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് കേട്ടോ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതാ വെജീസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് വേഗം തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ. എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളുണ്ടല്ലോ ഫ്രൈഡ് റൈസ് എന്നല്ല എന്ത് റെസിപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും കയ്യിലുണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതിനും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതില്ല ഇതില്ല എന്ന് വെച്ചിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒന്നോ രണ്ടോ ഐറ്റംസ് കയ്യിലില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. ഞാനും അങ്ങനെ ഇടയ്ക്ക് ഒപ്പിക്കൽ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വെജീസും കയ്യിലില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. നമ്മൾ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവരെ കഴിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ഡ്യൂട്ടിയിലെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമില്ല എന്നൊക്കെ തോന്നുമ്പോൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കളയിൽ കാണുമ്പോൾ അവരങ്ങോട്ട് മുഖം തിരിച്ചൊക്കെ പോകുമല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ അതിൻ്റെത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചിലതിലൊക്കെ അവരങ്ങോട്ട് വീണ് പോകട്ടോ, അങ്ങനെ കഴിക്കും ചില ഐറ്റംസുകൾ. അതേപോലെ തന്നെ സഹതാപത്തിൻ്റെ ക്ലാസ്സുകളുണ്ട് കേട്ടോ. ഇതൊന്നും കിട്ടാത്ത എത്ര പോലും കുട്ടികളുണ്ട്. ഇങ്ങനെയില്ലേ അങ്ങനെയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ചിലതിലൊക്കെ അവർ വീഴും. അങ്ങനെയും ചില കാര്യങ്ങൾ അവരെ കൊണ്ട് ഞാൻ കഴിപ്പിക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ നമ്മൾ ഉമ്മമാരെ കയ്യിൽ കുറച്ച് അടവുകളൊന്നും ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സും ട്രിക്സൊക്കെ പ്രയോഗിച്ചിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമാണ് അവർക്ക് കഴിക്കാൻ. സലാഡും നല്ലപോലെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എഗ് ഫ്രൈഡ് റൈസ് റെഡിയാക്കി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സലാഡും കൂടെ റെഡിയാക്കിയിട്ട് ഇതാണ് ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് മുഖം തിരിച്ച് ഡിമാൻഡൊക്കെ കാട്ടി പോണ കുട്ടികളെ കുപ്പിയിലാക്കാനുള്ള വിദ്യ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. ഒന്നുകിൽ അവരുടെ ആ ഒരു സഹതാപത്തിൻ്റെ മനസ്സിൽ അതങ്ങോട്ട് വീണ് പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യപരമായ ഗുണങ്ങൾ കേൾക്കുമ്പോൾ കഴിക്കും. എന്തെങ്കിലും ഒന്നിൽ അവർ വീഴാതിരിക്കില്ല കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി അലക്കുക തുടക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതാ വേഗം തന്നെ ഡ്രസ്സുകളൊക്കെ ഞാൻ മെഷീനിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം ഉണങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ട്. എനിക്ക് എപ്പോഴും പെൻഡിങ് ആവുന്ന പരിപാടി ഇതാണ് കേട്ടോ. എല്ലാ പണികളും നല്ല കൃത്യമായിട്ട് ചെയ്യും. ഇതവിടെ ആയി പോകലുണ്ട്, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലുണ്ട് കേട്ടോ. കഴിയുന്നതും വേഗം തന്നെ ഞാൻ മടക്കി വെക്കലുണ്ട് കേട്ടോ. എന്നാൽ ചില സമയങ്ങളിൽ നമ്മളെ മടി വല്ലാതെ അങ്ങോട്ട് പിടികൂടുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ദിവസങ്ങളിൽ ഇതങ്ങോട്ട് പെൻഡിങ് ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതാ തലേ ദിവസത്ത് കുറച്ചധികം മടക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വൃത്തിയിൽ മടക്കിയിട്ട് വാർഡ്രോബിൽ എവിടെയൊക്കെയാണോ വെക്കണത് അവിടെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണികൾ കുറയും കേട്ടോ. നല്ലൊരു വൃത്തിയാണല്ലോ കാണാൻ. നമ്മളിത് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ ഉമ്മച്ചി അതെവിടെ ഇതെവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആയിരിക്കും ആകെ അടിപിടിയാവുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ധൃതിയായിട്ടുള്ള പണീൻ്റെ ഇടയിലായിരിക്കും ഇവർ വന്നിട്ട് ഓരോന്ന് ചോദിക്കുക. അപ്പോൾ നമുക്കത് തിരഞ്ഞെടുത്ത് കൊടുക്കാനുള്ള സമയം ഉണ്ടാവില്ല, അവർക്കത് നോക്കാനുള്ള മനസ്സും ഉണ്ടാവില്ല, നല്ല മടിയാവരും. അപ്പോൾ പിന്നെ കുട്ടികളായിട്ട് നമ്മൾ അടിയായി കച്ചറായി. അപ്പോൾ പിന്നെ അതിനൊന്നും നിൽക്കണ്ടല്ലോ. ഇങ്ങനെ ഓരോ ടൈമിനനുസരിച്ച് ഓരോന്നാണ് ചെയ്ത് വെച്ചാൽ പിന്നെ അവരെന്നെ എടുത്തിട്ട് ഉപയോഗിച്ചോളും. നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തൂലല്ലോ.
അപ്പോൾ ഓരോരോ ഡ്രസ്സും എവിടെയാണ് വെക്കേണ്ടതെന്നും എങ്ങനെയാണെന്നൊക്കെ കുട്ടികൾക്ക് നമ്മളെപ്പോലെ തന്നെ അറിയുമല്ലോ. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ അവർ തന്നെ എടുത്തോളൂ കേട്ടോ. ആ വെക്കുന്ന സ്ഥലത്ത് കണ്ടില്ലെങ്കിലാണ് നമ്മളടുത്തേക്ക് വരലും പിന്നെ ചോദ്യമായി പറച്ചിലായി ആകെ പ്രശ്നമാവും കേട്ടോ. പ്രത്യേകിച്ച് സ്കൂളിലേക്കൊക്കെ പോകണ ആ ഒരു ടൈമിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, വേഗം തന്നെ നമ്മൾ ഡ്യൂട്ടി ചെയ്ത് വെച്ചാൽ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ വീട്ടിലിങ്ങനെ ഡ്രസ്സുകൾ അവിടെ ഇവിടെ ഇങ്ങനെ കോട്ടിടുന്നത് അത്ര നല്ലൊരു ശീലമല്ല കേട്ടോ. എന്താ പറയുക, അത് നല്ലതല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയലല്ലേ. അപ്പോൾ നമുക്ക് കാണുമ്പോഴും അതൊരു വൃത്തിയില്ലാത്ത പോലെ തോന്നുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനത് വേഗം തന്നെ അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, മാറ്റി വിരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് സെറ്റാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് കേട്ടോ. നമ്മൾക്ക് വീട്ടമ്മമാർക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കുറച്ച് കുറവാണല്ലേ. നമ്മൾ പറയും എന്ത് പണിയാണ് അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന്, പക്ഷേ ആകെ പണിയേ ഉള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ പോയി എല്ലാ പണികളും കഴിഞ്ഞ് വന്നപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് ഉച്ചക്കത്തെ ഫ്രൈഡ് റൈസും കൂടി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വിശക്കണ സമയത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചോളൂല്ലോ. അപ്പോൾ രണ്ടും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രിത്തെ യുദ്ധമാണ്, പഠിക്കലും എഴുതലും വരക്കലൊക്കെ ആയിട്ട് നല്ല ബഹളമാണ് കേട്ടോ രാത്രി. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ചിൽഡ്രൻസ് ഡേൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ചിൽഡ്രൻസ് ഡേൻ്റെ ഭാഗമായിട്ട് റിയമോൾക്ക് കുറച്ച് വർക്കുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലെക്സ് ഉണ്ടാക്കണം, അതേപോലെ നെഹ്റു ക്യാപ്പ് ഉണ്ടാക്കണം, പിന്നെ റോസാപ്പൂവ് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ വർക്ക്. റിയമോക്കാണെങ്കിലും പണി നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് നേരം മെനക്കെട്ടിട്ട് തന്നെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്നറിയോ, നമ്മൾ സ്കൂളിലേക്ക് ഓരോരോ വർക്കുകളൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റോടുകൂടി തന്നെ നമ്മൾ പാരൻസ് ചെയ്ത് കൊടുക്കണം. കാരണം ക്ലാസ്സിലെത്തുമ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിലും കുറേ കുട്ടികളൊക്കെ ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോകാത്ത കുട്ടികൾ വെറുതെ കയ്യും കെട്ടി നിൽക്കുമ്പോൾ അതൊരു വിഷമമാണല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് പറയുന്ന വർക്കുകളൊന്നും ചെയ്താതെ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ അതൊരു വിഷമമാണല്ലോ. അപ്പോൾ അത് അൽഹംദുലില്ലാ എല്ലതും നല്ലപോലെ ഉണ്ടാക്കി കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.